ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഒരു വെറൈറ്റി ചമ്മന്തിപ്പൊടി. വെറൈറ്റിയാണ്, അടിപൊളി ഒരു ചമ്മന്തിപ്പൊടിയാണ്. ഇത് ഒരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടിയാണ്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയണ്ടായോ? അപ്പം ആദ്യമായിട്ട് എന്താ പറയുന്നത്? ഹലോ, കപ്പലണ്ടി അര കപ്പ്, പൊട്ടുകടല 1/4 കപ്പ്, തുവരപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, പിന്നെ ഉഴുന്ന് പരിപ്പ് 2 ടേബിൾ സ്പൂൺ, പിന്നെ വറ്റൽമുളക് 4-5 എണ്ണം, വെളുത്തുള്ളി ഒരു 10-12 എണ്ണം, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ജീരകം 1 ചെറിയ ടീസ്പൂൺ, പിന്നെ പുളി നമ്മൾ പറഞ്ഞല്ലോ, പുളി വേണം, പിന്നെ കരിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഇനി നമുക്ക് ഇതെല്ലാം വറുത്തെടുക്കണം. പരിപ്പ് ഐറ്റംസ് എല്ലാം, പരിപ്പും ജീരകവും മറ്റുള്ള ഉഴുന്നും എല്ലാം നമുക്ക് വറുത്തെടുക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, ഇല്ലയോ? അപ്പൊ നമുക്ക് സ്റ്റൗ കത്തിക്കാം. പാത്രം അടുപ്പ് വെച്ച് നമുക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യമായിട്ട് ആദ്യം നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം. കപ്പലണ്ടിയാണ്, എന്നാലും ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കാം, ചൂടാക്കിയെടുക്കാം, ഇല്ലയോ? ഈ ചമ്മന്തിപ്പൊടി ദോശയിലൂടെ ഇഡലിയിലൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അത് പിന്നെ പെട്ടെന്ന് നമുക്ക് തേങ്ങയൊന്നും ഇല്ലെങ്കിൽ ഈ ചമ്മന്തിപ്പൊടി നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ്. തേങ്ങയൊന്നും ഇല്ലെങ്കിലേ പെട്ടെന്നല്ല, എന്നാലും അതിന് പകരം, തേങ്ങയ്ക്ക് പകരമായിട്ട് നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ പൊടിച്ചെടുത്ത നല്ലൊരു ചമ്മന്തി ഇല്ലേ? പെട്ടെന്ന് നമുക്ക് തേങ്ങ ഇല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വന്നു, അതൊരു ചമ്മന്തിക്ക് ഒരു ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തിയാണ് തേങ്ങയുടെ ആ ഭാഗത്ത്. ഇത് ഈ പൊടി എടുത്ത് നമുക്ക് കടുക് പൊട്ടിച്ച് അടിച്ചെടുത്താൽ മതി, ഇല്ലയോ? ചമ്മന്തിപ്പൊടി എടുത്ത് വെള്ളത്തിൽ ചാടിച്ച് കടുക് പൊട്ടിച്ചെടുത്താൽ ചമ്മന്തി അരയ്ക്കും. കുറച്ച് സമയം എടുക്കും ചെയ്യുന്നതിനൊക്കെ, എന്നാലും രുചികരമായ ഒരു ചമ്മന്തിയല്ലേ. ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്ന താമസമേ ഉള്ളൂ, അല്ലയോ? അപ്പം കപ്പലണ്ടി മൂത്തിട്ടുണ്ട്, നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതിന് പൊട്ടുകടല ഇനി പൊട്ടുകടല അല്ലയോ? പൊട്ടുകടലെന്ന് പറയും. അതും കൂടെ ഒന്ന് മൂപ്പിക്കാം. ഇത് രണ്ടും സെപ്പറേറ്റ് മൂപ്പിച്ചെടുക്കേണ്ടതാ, ഇല്ലയോ? നമ്മുടെ കടലപ്പരിപ്പ് മൂത്തു, കപ്പലണ്ടിയുടെ കൂടെ തന്നെ ഇടാം. ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പ് അങ്ങനെയൊക്കെയുള്ളത് മുക്കാവുള്ളൂ, അല്ലയോ? ഉഴുന്ന് പരിപ്പും സാമ്പാർ പരിപ്പും കൂടെ ഒന്നിച്ചിട്ട് വറക്കാം. ഇത് രണ്ടും ഒന്നിച്ചിട്ട് വറക്കാം, അല്ലയോ? മറ്റേതായാലും രണ്ടും രണ്ടായിട്ട്. ഇതൊരു വെറൈറ്റി ചമ്മന്തി പൊടിയാണ്, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക. ഇത് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പം ഇത് ചെയ്ത്, അപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നല്ല റെസിപ്പിയാണ്. നമ്മളത് പരീക്ഷിച്ച് നോക്കുക, അത് അടിപൊളിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി 10-12 അല്ലിയുണ്ട്, വെളുത്തുള്ളി ഇടാം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളക് ഇടാം. വെളുത്തുള്ളി രണ്ടായിട്ട് കീറിയതാ കേട്ടോ. ഇതൊന്ന് ചെറുതായിട്ട് ചൂട് വരുമ്പോൾ നമുക്ക് ജീരകം ഇടാം, അല്ലയോ? ജീരകം കറിവേപ്പിലയും ചേർക്കണം, അല്ലയോ? ഇതൊന്ന് മൂത്തിട്ട് ജീരകം ഇടാം. മൂത്തിട്ടാണ് ജീരകം ഇടുന്നത്. ഈ 2-3 ഇൻഗ്രീഡിയൻസും ഉണ്ട്. ഇനി അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ നമുക്ക് ഇടാം. കറിവേപ്പിലയും കൂടെ മൂപ്പിക്കണം. ഇനി നമുക്ക് കരിവേപ്പില ഒരു വരെ വളർന്നു വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 സ്പൂൺ ജീരകവും കൂടെ ഇടാം. ഒരു ചെറിയ സ്പൂൺ ജീരകം മൂക്കട്ടെ. നല്ല വറുത്ത് വരുമ്പോൾ അടിപൊളിയായി. ഇനി നമുക്ക് എന്തോ ചേർക്കാനുള്ളത്? ഇനി പുളി. ഇത് നല്ലപോലെ മൂത്ത് കഴിയുമ്പോൾ പുളിയും കൂടെ ഇടണം. പുളി ചേർക്കണം, അല്ലേ? വറ്റൽമുളകൊക്കെ നല്ല വറ്റൽമുളകും കരിവേപ്പിലയൊക്കെ നല്ല കിളിയിലാന്നായി വരുന്നത്. നല്ല മൂത്ത് കഴിയുമ്പോൾ പുളി കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിക്കണം. അപ്പം നമുക്കിനി ഇതെല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനി ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ഇട്ട് മൂപ്പിക്കാം. പുളിയും കൂടെ ഇട്ടപ്പോൾ നല്ല ഇപ്പം എല്ലാം മൂത്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിടാം. അപ്പം നമുക്ക് അവസാനമായിട്ട് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം, അല്ലേ? ചൂടാക്കാം.
ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചേക്കുന്നതെല്ലാം കൂടി ഇതിനോട് ചേർത്ത് ഒന്നും കൂടെ നല്ല കലക്കി എടുക്കാം അല്ലേ? ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് പകർന്നു വെച്ച് തണുപ്പിച്ചിട്ട് പൊടിച്ചെടുക്കാം അല്ലയോ? ഇനി നമുക്ക് ഈ വറുത്ത സാധനങ്ങൾ രണ്ടായിട്ട് അടിച്ചെടുക്കാം. കുറച്ച് പൊടിച്ചെടുക്കാം. നല്ല തരുതരിപ്പായിട്ട് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് അതിൽ വെള്ളം ചാരിച്ചിട്ട് കടുക് വറുത്തൊഴിച്ച് ദോശയുടെ കൂടെയോ ഇഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാം. അത് പിന്നെ ചൂടുവെള്ളം വേണമെങ്കിലും ചേർക്കാം. ചൂടുവെള്ളം വേണമെങ്കിലും ഒഴിക്കാം. രണ്ടും ചേർക്കാം. പച്ചവെള്ളം ചൂടുവെള്ളം അത് അവരവരുടെ ഇഷ്ടമാണ്. ചൂടുവെള്ളം ചേർത്താൽ ഒന്നുകൂടെ നല്ലതാണ്. മറ്റേ നമ്മുടെ ആവശ്യത്തിനെടുത്ത് ചാലിച്ച് കടുക് വറുത്തെടുത്താൽ മതി അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഈ ചമ്മന്തിപ്പൊടി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ ഇടുക ഞങ്ങൾക്ക് വേണ്ടി. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും.